പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ബിഗിനറായിട്ടുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് അവർക്കറിയില്ല യൂട്യൂബ് അവരുടെ വീഡിയോസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അതുപോലെ തന്നെ അവരുടെ വീഡിയോസ് സെർച്ചിങ്ങിൽ വരുന്നുണ്ടോ, സെർച്ച് ചെയ്ത് കാണുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ചെക്ക് ചെയ്ത് അത് അറിയാനായിട്ട് സാധിക്കില്ല. അവർക്കപ്പോൾ അതിൻ്റെ രീതികൾ അറിയില്ല, അതെങ്ങനെ വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സബ്ബൊക്കെ ഉണ്ടായിരിക്കും, 10-9,000 സബ് ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ വാച്ച് അവർ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുപോലെ ഉള്ളവർക്കൊക്കെ അവർക്ക് മുന്നോട്ട് പോയിട്ട് അവരുടെ ചാനലൊക്കെ സക്സസ് ആക്കാൻ പറ്റുമോ, അത് സക്സസ് ആവുമോ അവരുടെ ചാനൽ എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് പല വഴികളുണ്ട്. അതിൻ്റെ ആ രീതികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഞാൻ പറയുന്ന രീതികൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മറ്റാരുടെയും സഹായം വേണ്ട, നിങ്ങൾ സ്വയമേ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ചാനൽ കൊണ്ടുപോകേണ്ട രീതികളും നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ അത് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെയായിട്ട് വീഡിയോ പെർഫോമൻസ് എന്ന്, അതായത് ഇവിടെയായിട്ട് ആ വീഡിയോയുടെ താഴെയായിട്ട് വീഡിയോ പെർഫോമൻസ് എന്ന് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അവിടെയായിട്ട് ആ കോളത്തിനുള്ളിലായിട്ട് നിങ്ങളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേമാതിരി ഈ താഴെയായിട്ട് നിങ്ങൾക്ക് മുകളിലോട്ട് ഇങ്ങനെ നിങ്ങൾ മൂവ് ചെയ്ത് കഴിയുന്നത് താഴെയായിട്ട് ടോപ്പ് ട്രാഫിക് സോഴ്സ് എന്ന് കാണാൻ സാധിക്കും. ടോപ്പ് ട്രാഫിക് സോഴ്സ്, ഓക്കെ. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് എൻ്റെ ആ വീഡിയോയിൽ ഏത് രീതിയിലൊക്കെയാണ് വീഡിയോ ആളുകൾ കണ്ടിട്ടുള്ളത്, അത് ഏത് രീതിയിലാണ് വാച്ച് ചെയ്തിട്ടുള്ളതെന്ന് അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ടോപ്പിലായിട്ട് ബ്രൗസ് ഫീച്ചർ എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സജസ്റ്റ് വീഡിയോസ്, അതായത് രണ്ടാമതായിട്ട് കാണിക്കുന്ന സജസ്റ്റ് വീഡിയോസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് ആണ് ഇത്രയും ആളുകൾ ഇത് കണ്ടിട്ടുള്ളത്, ഓക്കെ. അതിന്റെ തൊട്ട് താഴെയായിട്ട് സെർച്ച് ചെയ്ത്, അതായത് ചില ടോപ്പിക്കൊക്കെ ചിലതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ഏറ്റവും ടോപ്പിൽ കാണിക്കും. ചിലപ്പോൾ അതിന്റെ താഴെയായിട്ട് ഒന്നാമതായിട്ടോ രണ്ടാമതായിട്ടൊക്കെ ചിലപ്പോൾ ഈ വീഡിയോസ് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ളതാണ് യൂട്യൂബ് സെർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതേ രീതിയിൽ യൂട്യൂബ് സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസ് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ ചാനലിന് നല്ല ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് 48 മണിക്കൂറിന് മാത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വീഡിയോയുടെ മൊത്തമായിട്ട് വ്യൂസ് കാണണമെങ്കിൽ മറ്റൊരു മാർഗ്ഗമുണ്ട് നമുക്ക്. അതുപോലെ തന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രചോദനം എന്ന രീതിയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ കാണിക്കാം. ഈ പേജ് തന്നെ നമ്മൾ താഴോട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് വ്യൂസ് കാണിക്കുന്നുണ്ട്. അത് ആ വ്യൂസ് കാണിക്കുന്നില്ല, ആ വ്യൂസ് കാണിക്കുന്നത് സ്വല്പം ലെഫ്റ്റിലോട്ടൊന്ന് മൂവ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ വീഡിയോസിന്റെ വാച്ച് അവർ അവിടെ കാണിക്കും. ആ വാച്ച് അവർ കണ്ടാൽ മനസ്സിലാവും. ഒരു വീഡിയോസിന് നിങ്ങൾക്ക് 2K വാച്ച് അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഒരു വീഡിയോസും കൂടെ, അതായത് 2 വീഡിയോസ് ഇതേമാതിരി റീച്ച് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവും. ചെറിയ ഇപ്പോൾ 1000, 2000, 3000 ഒക്കെ ഇങ്ങനെ വീഡിയോസ് പല വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ എല്ലാം വാച്ച് അവർ നമുക്കിങ്ങനെ നോക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇതേമാതിരി നമ്മൾ വാച്ച് അവർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ വീഡിയോസിന് ഇതേമാതിരി വാച്ച് അവർ ഇന്ന രീതിയിൽ നമുക്ക് വാച്ച് അവർ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. വാച്ച് അവർ നമുക്ക് അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ വീഡിയോസ് ഏത് രീതിയിൽ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഓക്കെ. അപ്പൊ ഇതിന് ശേഷം നമുക്ക് ഈ വാച്ച് ടൈം നമുക്ക് ഇവിടെ കാണുന്ന ഇതേ സ്ഥലം തന്നെ നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന ഇതേമാതിരി തന്നെ നമ്മുടെ വ്യൂസ്, ആദ്യമേ ഞാൻ കാണിച്ചില്ലേ വ്യൂസ് എന്ന് പറയുന്നത്, ആ വ്യൂസ് എന്നുള്ളിടത്തോട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി നമുക്ക് ഓപ്പൺ ആയി വരും. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആയി കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വല്പം മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും ആ വീഡിയോസിന്റെ ഏതൊക്കെ തരത്തിലാണ് അത് വ്യൂസ് വന്നിട്ടുള്ളതെന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏത് തരത്തിലൊക്കെയാണ് ആളുകൾ ഈ വീഡിയോസ് കണ്ടിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏറ്റവും ടോപ്പിലായിട്ട് ബ്രൗസ് ഫീച്ചർ എന്ന് കാണിക്കുന്നുണ്ട്. ബ്രൗസ് ഫീച്ചറിലൂടെ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ എൻ്റെ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സജസ്റ്റഡ് വീഡിയോ, അതായത് യൂട്യൂബ് സജസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളതാണ്, ഓക്കെ. അത് കഴിഞ്ഞാൽ വന്നിട്ടുള്ളത് യൂട്യൂബ് സെർച്ചിലൂടെയാണ്. യൂട്യൂബിൽ ആളുകൾ വന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ വീഡിയോ. അങ്ങനെ 3 തരത്തിൽ, ഈ 3 തരത്തിൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടോ ആളുകൾ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇങ്ങനെ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ രീതിയിൽ
ആളുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് സക്സസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ യൂട്യൂബ് സെർച്ചിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ നിങ്ങളുടെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതേ രീതിയിൽ തന്നെ ഏത് രീതിയിൽ നിങ്ങൾ കീവേഡ്സ് ഒക്കെ ഉപയോഗിച്ചോ, SEO കീവേഡ്സ് ഏത് രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചോ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അതിന് മുന്നോട്ട് പ്രയോജനം ഉണ്ടാവും. അപ്പൊ ഇതേ രീതിയിലാണ് നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ളവർ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ മിനിമം ഒരു 10-100 വീഡിയോസ് എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലൊരു 10-20 വീഡിയോസ് എങ്കിലും ഇതേ രീതിയിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഏത് രീതിയിലാണ് നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ ആളുകൾ കാണുന്നത്. അപ്പൊ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട രീതികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.